Rockwell Mountain Retreat, Kakkadampuyil. നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷക അവാർഡ് വിതരണവും നടത്തി. ആത്മാ മലപ്പുറം, നിലമ്പൂർ കൃഷിഭവൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച കലാജാഥയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങ് ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. റായപ്പുരയിലെ നെല്ലിന്റെ അളവ് നോക്കിയാണ് കല്യാണാലോചന തീരുമാനിച്ചതെങ്കിൽ പിന്നീട് ഏക്കർ കണക്കിന് നെൽകൃഷി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ അവിടുന്ന് കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നാടെത്തി. പിന്നീട് നമ്മൾ കണ്ടത് റബ്ബർ കൃഷിയാണ്. റബ്ബർ കൃഷി അന്നൊക്കെ നമുക്കറിയാം, ഒരു 10-15 വർഷം മുൻപ് ഒരു 4-5 ഏക്കർ 2 ഏക്കർ റബ്ബർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടായി. അന്നൊക്കെ നമ്മൾ കല്യാണ ആലോചന ഉറപ്പിക്കാൻ വീട്ടിൻ്റെ മുന്നിൽ തൂക്കുന്ന റബ്ബർ, ഉണക്കാനിട്ട റബ്ബർ ഷീറ്റിൻ്റെ അളവ് നോക്കിയാണ് പലപ്പോഴും തീരുമാനിച്ചത്. പിന്നീട് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി അയൽവക്കത്തെ റബ്ബർ ഷീറ്റ് വരെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന ഒരു കാലമുണ്ട്. അതും കഴിഞ്ഞപ്പോൾ റബ്ബർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അവിടുന്ന് കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞാനീ പറഞ്ഞു വന്നത്, ഒരു കാലത്ത് നമ്മുടെ കാലചക്രത്തെ പോലും തീരുമാനിക്കപ്പെട്ടിരുന്ന കാർഷിക വൃത്തി എത്രമാത്രം നമ്മൾ അവഗണിക്കപ്പെട്ടു എന്നതാണ്. ഒരു പുതിയ തലമുറക്ക് കൃഷി എന്ന് പറയുന്നത് തന്നെ അവരെ അതിലേക്ക് കടന്നു വരാൻ പോലും അവർ സ്വാഭാവികമായിട്ടും തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ന് കൃഷിപ്പണി അതിസാഹസികമായ ഒരു പ്രവൃത്തിയായി മാറിയിരിക്കുക. കാരണം നമ്മുടെ അറിയാം, വന്യമൃഗശല്യം ഒരു ഭാഗത്ത്, നമ്മൾ ഉണ്ടാക്കുന്ന വിളവുകൾ എടുക്കാൻ പന്നി വരുന്നു. നമ്മൾ വിളവെടുക്കുന്നതിന് പന്നി എടുത്തു പോകും, അല്ലെങ്കിൽ കുരങ്ങ് കൊണ്ടുപോകും. അതല്ലെങ്കിൽ ആനയുടെ ആക്രമണം ഒരു ഭാഗത്ത്. ഇതൊക്കെയാണെങ്കിൽ തന്നെ അവശേഷിക്കുന്ന ഈ വിള കിട്ടിയത് നമ്മൾ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചാൽ അവിടെ എടുക്കുന്നവൻ നമ്മുടെ വില തീരുമാനിക്കുക. നമ്മളല്ല, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിയുടെ ഉൽപ്പന്നത്തിന്റെ വില തീരുമാനിക്കുന്നത് അത് എടുക്കുന്ന മിഡിൽമാൻ, ഇടനിലക്കാരൻ തീരുമാനിക്കുക. നമ്മുടെ അധ്വാനത്തിന്റെ വില നമ്മളാ തീരുമാനിക്കേണ്ടത്. ആ തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല. അതിന് എത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കർഷകരെ MLA ചടങ്ങിൽ ആദരിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കുമഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുസ്തഫ കളത്തുംപടിക്കൽ, സുരേഷ് പാത്തിപ്പാറ, മുംതാസ് ബാബു, സ്മിത മോൾ, മേരി ഷിബു, കൗൺസിലർമാർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ പാടശേഖര സമിതി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നിലമ്പൂർ കൃഷി ഓഫീസർ ടി വിശാഖ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷബീർ അലി നന്ദിയും പറഞ്ഞു. പ്രദർശന സ്റ്റാളും ഇതിനോടനുബന്ധിച്ചൊരുക്കിയിരുന്നു. A+ വിഷൻ, നിലമ്പൂർ.
സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ കക്കാടം പൊയിലിന്റെ ഏറ്റവും മുകളിൽ എപ്പോഴും പെയ്തിറങ്ങുന്ന നയനഭംഗിയുള്ള മഞ്ഞും കുളിർക്കാറ്റും മനസ്സിനും ശരീരത്തിനും കുളിർമയേക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ് 360 ഇൻഫിനിറ്റി വ്യൂ നൽകുന്ന ലക്ഷറി മൗണ്ടൻ ടോപ്പ് റോക്ക് ഹാർട്ട്. ഒരുമിച്ചുള്ള 2 ഫാമിലിക്ക് താമസിക്കാൻ പൂളോട് കൂടിയ ആഡംബരം നിറഞ്ഞ അക്വില ആൻഡ് ആൻഗ്ലിയ വില്ലകൾ, റിസപ്ഷനോട് ചേർന്നുള്ള ലിയോ ആൻഡ് ലിബ്ര ഡീലക്സ് റൂമുകൾ, പ്രണയാർദ്രമായ നിമിഷങ്ങൾക്കായി പ്രൈവറ്റ് പൂൾ സൗകര്യത്തോടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് സിംഗിൾ റൂമുകൾ, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒരുമിച്ചിരിക്കാൻ സീസർ ആൻഡ് ക്ലിയോപെട്ര ഡോർമെട്രികൾ, വലിയ ഫാമിലി പൂൾ, മഞ്ഞിന്റെ ഭംഗി ആസ്വദിക്കാൻ ഗ്ലാസ് ഹൗസ്, കിഡ്സ് പ്ലേ ഏരിയ, രുചികരമായ വിഭവങ്ങളോടൊപ്പം വിശാലമായ ഡൈനിങ്ങോടും കൂടിയ റെസ്റ്റോറന്റ്, ഒപ്പം റിസോർട്ടിനുള്ളിലുള്ള പ്രകൃതിദത്ത വെള്ളച്ചാട്ടവും ഫിഷിംഗ് ഏരിയയും ക്യാമ്പ് ഫയറും നിങ്ങളുടെ ദിനങ്ങളെ മനോഹരമാക്കുന്നു. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടം പൊയിൽ.